ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി ബ്രസീൽ. ഒക്ടോബർ 3-ന് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് ചരിത്ര പോരാട്ടം. ഓസ്ട്രേലിയക്കെതിരായ 2 സൗഹൃദ മത്സരങ്ങൾക്ക് ശേഷമായിരിക്കും ബ്രസീൽ ഇന്ത്യയിലെത്തുക. ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലുകളിൽ ഒന്നിന് വേദിയൊരുങ്ങുകയാണ്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ദേശീയ ഫുട്ബോൾ ടീം ആദ്യമായി ഇന്ത്യൻ സീനിയർ ടീമിനെതിരെ ഔദ്യോഗിക അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിനിറങ്ങും. 2026 ലോകകപ്പിന് ശേഷമുള്ള ബ്രസീലിന്റെ ആദ്യ ഫിഫ അന്താരാഷ്ട്ര വിൻഡോയിൽ ഒക്ടോബർ 3 ശനിയാഴ്ച കൊൽക്കത്തയിലെ വിവേകാനന്ദ യുവഭാരതി ക്രീം രംഗനിൽ അഥവാ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ചരിത്ര പോരാട്ടം നടക്കുക. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനാണ് വാർത്താക്കുറിപ്പിലൂടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഫിഫ റാങ്കിംഗ് സമ്പ്രദായം നിലവിൽ വന്ന 1992 ശേഷം ഇന്ത്യ നേരിടുന്ന ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള എതിരാളിയാണ് ബ്രസീൽ. നിലവിൽ ലോക റാങ്കിങ്ങിൽ 5-ാം സ്ഥാനത്തുള്ള ബ്രസീലിനെതിരെ ഇന്ത്യ കളിക്കുന്ന മത്സരം ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് വലിയ അംഗീകാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകകപ്പിന് ശേഷം ബ്രസീലിന്റെ ആദ്യ അന്താരാഷ്ട്ര പര്യടനങ്ങളിൽ ഒന്നായാണ് ഇന്ത്യയിലേക്കുള്ള ഈ യാത്ര. ബ്രസീലിന് സ്വന്തം രാജ്യത്തിന് പുറത്തുള്ള ഏറ്റവും വലിയ ആരാധക സമൂഹങ്ങളിൽ ഒന്നുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ മത്സരം ഫുട്ബോളിനപ്പുറം ഇരു രാജ്യങ്ങളിലെയും ആരാധകരെ ബന്ധിപ്പിക്കുന്ന ആഘോഷമാകുമെന്നാണ് പ്രതീക്ഷ. ബ്രസീൽ പോലൊരു ലോകോത്തര ടീമിനെ ഇന്ത്യയിൽ സ്വീകരിക്കാൻ കഴിയുന്നത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാന സംഭവങ്ങളിലൊന്നാണെന്ന് AIFF ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ M സത്യനാരായണൻ പറഞ്ഞു. രാജ്യത്തെ ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷമാണിതെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇന്ത്യൻ ദേശീയ ടീമിലെ കളിക്കാർക്കും ഇത് കരിയറിലെ ഏറ്റവും വലിയ അവസരങ്ങളിലൊന്നായിരിക്കും. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഫുട്ബോൾ രാജ്യങ്ങളിൽ ഒന്നിനെതിരെ സ്വന്തം മികവ് തെളിയിക്കാൻ ലഭിക്കുന്ന ഈ അവസരം യുവതാരങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുമെന്ന് ദേശീയ ടീമുകളുടെ ഡയറക്ടർ സുബ്രത പോൾ പറഞ്ഞു. 2026 ലോകകപ്പിന് ശേഷം നടക്കുന്ന ആദ്യ ഫിഫ അന്താരാഷ്ട്ര വിൻഡോയായ സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 6 വരെ ബ്രസീൽ ഏഷ്യൻ പര്യടനം നടത്തും. 2028 കോപ്പ അമേരിക്കയും 2030 ഫിഫ ലോകകപ്പും ലക്ഷ്യമിട്ട് ടീമിനെ പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശീലകൻ കാർലോ അഞ്ചലോട്ടി യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നത്. ലോകകപ്പിനിടെ ഇന്ത്യൻ ആരാധകർ ബ്രസീലിന് നൽകിയ പിന്തുണയ്ക്കുള്ള നന്ദിയുടെ പ്രതീകമായാണ് ഇന്ത്യയിൽ മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് ബ്രസീൽ ടീം എക്സിക്യൂട്ടീവ് കോർഡിനേറ്റർ റോഡ്രിഗോ കെയ്റ്റാനോ വ്യക്തമാക്കി. യുവതാരങ്ങളുടെ പ്രകടനം വിലയിരുത്തുവാനും ദേശീയ ടീമിലേക്ക് പുതിയ മുഖങ്ങളെ കണ്ടെത്താനുമുള്ള മികച്ച അവസരമായിരിക്കും ഈ സൗഹൃദ മത്സരങ്ങളെന്നും പരിശീലകൻ കാർലോ അഞ്ചലോട്ടി വ്യക്തമാക്കി. ഇന്ത്യൻ പര്യടനത്തിന് മുന്നോടിയായി ബ്രസീൽ ഓസ്ട്രേലിയക്കെതിരെ 2 സൗഹൃദ മത്സരങ്ങളും കളിക്കും. സെപ്റ്റംബർ 25-ന് ടൗൺസ്വില്ലിലും സെപ്റ്റംബർ 29-ന് ബ്രിസ്ബേനിലും നടക്കുന്ന മത്സരങ്ങൾക്ക് ശേഷമായിരിക്കും ബ്രസീൽ ഇന്ത്യയിലെത്തുക. അതിനുശേഷം ഒക്ടോബർ 3-ന് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ആരാധകർ വർഷങ്ങളായി സ്വപ്നം കണ്ട പോരാട്ടം യാഥാർത്ഥ്യമാകും. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലും ഇന്ത്യൻ ദേശീയ ടീമും നേർക്കുനേർ എത്തുന്ന ഈ മത്സരം ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന സുവർണ അധ്യായമായി മാറുമെന്നാണ് കായിക ലോകത്തിന്റെ വിലയിരുത്തൽ.